ഹായ് എവരി വൺ. സിമ്പിൾ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ 4ാം അധ്യായം ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന ചാപ്റ്ററാണ് പഠിച്ചത്. ആ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഭൂനികുതി വ്യവസ്ഥകളെ പറ്റിയും കർഷക കലാപങ്ങളെക്കുറിച്ചും ഗോത്ര കലാപങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അധ്യായം 5ഉം 6ഉം SCERT ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് ഷുവറായിട്ടും അതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യാം. കാണാത്തവർ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് ഇനിയുള്ള SCERTയുടെ ക്ലാസ്സുകളും അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 മെയ് 11 പുലർക്കാലം. വലിയൊരാരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്നും യമുനാ നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ്. അവരിൽ ശിപായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? മീററ്റിൽ നിന്നും യമുനാ നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ എങ്ങോട്ടാണ് എത്തിയത്? ഡൽഹിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇന്ത്യക്കാരായ ഈ പട്ടാളക്കാരെ എന്തായിരുന്നു വിളിക്കുന്നത്? ശിപായികൾ. അപ്പോൾ കലാപത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഈ ശിപായികളും അതുപോലെ തന്നെ സാധാരണക്കാരും. അപ്പോൾ കലാപത്തിന് തുടക്കം കുറിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ശിപായികളാണ്. ശിപായികൾ ആരാണ്? ഇന്ത്യക്കാരായ പട്ടാളക്കാരെയാണ് ശിപായികൾ എന്ന് വിളിക്കുന്നത്. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. എന്നാണ് ആരംഭിക്കുന്നത്? 1857 മെയ് 10. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. അപ്പോൾ 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നു. 1857 മെയ് 11 കലാപകാരികൾ ഡൽഹിയിലെത്തുന്നു. ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തി ആര്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. അധികം താമസിയാതെ തന്നെ ഈ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. 1857 ഈ കലാപത്തെ പറ്റി ചരിത്രകാരന്മാർ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കണ്ടത്. അപ്പം ഈ 1857 കലാപത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരാണ് ശിപായികൾ എന്നറിയപ്പെടുന്നത്. ശിപായികളാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായത്. എന്താണോ അതിന് കാരണം? ഈ കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും നേരിട്ട അവഹേളനവുമായിരുന്നു ശിപായിമാരുടെ അസംതൃപ്തിക്ക് കാരണം. സൈനികർക്ക് പുതിയതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചാരണം അവരെ പ്രകോപിപ്പിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു.
ബംഗാളിലെ ബരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനു നേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. അപ്പോൾ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നേരിട്ട അവഹേളനവുമായിരുന്നു ഒന്നാമത്തെ കാരണം. രണ്ടാമതായി പറയുന്നത് ശിപായിമാരുടെ അസംതൃപ്തി. പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ അവർക്ക് നൽകിയ തോക്കിൻ്റെ തിരകളിൽ എന്തായിരുന്നു, പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണെന്നുള്ളൊരു പ്രചാരണം ഉണ്ടായി. അപ്പോൾ ഇത് ഹിന്ദു മുസ്ലിം സൈനികരുടെ മതവികാരത്തെ വല്ലാതെ വ്രണപ്പെടുത്തി. അവർ ഈ തോക്കുകൾ ഉപയോഗിക്കാൻ വിസമ്മതിക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷ് മേധാവികൾ അവരെ ഇത് ഉപയോഗിക്കാൻ നിർബന്ധിക്കുകയും ഉപയോഗിക്കാതിരിക്കുന്നതിന് അവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ, അപ്പം മംഗൾ പാണ്ഡെ ആരാണ്? മംഗൾ പാണ്ഡെ ആണ് പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്ത ബാരക്പൂരിൽ നിന്നുള്ള സൈനികൻ അല്ലേ. അപ്പം മംഗൾ പാണ്ഡെ എന്തു ചെയ്യുന്നു? ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. തുടർന്ന് മംഗൾ പാണ്ഡെ അറസ്റ്റിലാവുകയും വിചാരണ ചെയ്ത് അദ്ദേഹത്തെ തൂക്കിലേറ്റുകയുമാണ് ചെയ്യുന്നത്. രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിൽ കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. അപ്പോൾ രാജാക്കന്മാരും കർഷകരും കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഈ കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും വളരെയധികം ബാധിച്ചിരുന്നു. ദത്തവകാശ നിരോധന നിയമത്തിനു പുറമെ ദുർഭരണ കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കി. നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു മാർഗമായിരുന്നു ഈ ദത്തവകാശ നിരോധന നിയമം. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. രാജാക്കന്മാർക്കും ശിപായിമാർക്കുമൊപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാടു ശേഖരങ്ങളും കണക്കുപുസ്തകങ്ങളും അവർ തീയിട്ടു. സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിൻ്റെ പ്രധാന പ്രത്യേകത. അപ്പം സാധാരണക്കാരായ ആളുകൾ ഇത് കലാപത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു. അവധ് എന്ന് പറയുന്ന ആ നാട്ടുരാജ്യത്ത് കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേര്, അത് വെറും ഒരു കണക്ക് മാത്രമാണ് അല്ലേ. അതിൽ 1 ലക്ഷത്തോളം പേര് എന്തായിരുന്നു? സാധാരണ ജനങ്ങളായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ബഹദൂർ ഷാ രണ്ടാമൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ എവിടുത്തെ ചക്രവർത്തിയായിട്ടാണ്? ഡൽഹി പിടിച്ചെടുത്തിട്ട് ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇവിടെ ബോക്സിൽ നമുക്ക് തന്നിരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എല്ലാ PSC പരീക്ഷകൾക്കും ഡിഗ്രി പ്രിലിംസ് ആയാലും +2 ലെവലായാലും LDC ആയാലും LGS ആയാലും ഏതൊരു പരീക്ഷയ്ക്ക് പോയാലും നമ്മളോട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കലാപസ്ഥലവും നേതാക്കന്മാരും. 1857 കലാപം നടന്ന സ്ഥലങ്ങളും അവിടെ കലാപം നയിച്ച നേതാക്കന്മാരുടെയും പട്ടികയാണിത്. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിഭായി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പെ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. നിർബന്ധമായിട്ടും ഇത് നിങ്ങൾ പഠിക്കണം. കാരണം ഇതിൽ നിന്നും
ക്വസ്റ്റ്യൻസ് പല വിധത്തിൽ ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയാണ് കലാപം നയിച്ചത്, അല്ലെങ്കിൽ ഝാൻസിയിൽ കലാപം നയിച്ചത് ആരാണ്, കാൺപൂരിൽ കലാപം നയിച്ചത് ആരൊക്കെ, ഇത് വീണ്ടും വീണ്ടും PSC ആവർത്തിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പാണ്. ഡൽഹിയിൽ ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസി റാണി ലക്ഷ്മിഭായി. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂർ നാനാ സാഹിബ് താന്തിയ തോപ്പെ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം കലാപം നയിച്ച നേതാക്കന്മാരുടെ പേരുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു 1857 കലാപം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ ആദ്യമായിട്ട് ഇത്രയും ശക്തമായിട്ട് പ്രതികരിച്ചത് ഈ 1857 കലാപത്തിലാണ്. 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. നമ്മളോട് ചോദിക്കും, ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കാനിടയായ സംഭവം ഏതാണ്? അത് ഏത് സംഭവമാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാം ബംഗാൾ ക്ഷാമത്തിൽ ദുരിതമനുഭവിച്ചവരുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടമായിരുന്നു 1857 ശേഷമായിരുന്നു. അക്കാലത്തെ പട്ടിണി മരണങ്ങൾ ഇക്കാര്യം ശരിവയ്ക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലുണ്ടായ 24 വൻ ക്ഷാമങ്ങളിൽ 2 കോടിയോളം പേർ മരിച്ചു. വളരെ ഭയാനകമായ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ഈ പട്ടിണി മരണങ്ങൾ വളരെയധികം വർദ്ധിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലുണ്ടായ 24 വൻ ക്ഷാമങ്ങളിൽ ഏകദേശം 2 കോടിയോളം പേരാണ് മരിച്ചതായിട്ട് പറയുന്നത്. ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി. ഈ മനോഭാവമാണ് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകം. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത. അപ്പം എന്താണ് ദേശീയത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഐക്യബോധ്യമാണ് എന്ത്? ദേശീയത. ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇതിൻ്റെ ഈ ദേശീയതയുടെ ഒരു സംഘടിത രൂപമായി മാറി എന്ത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെ വെച്ചാണ് രൂപീകരിച്ചത്? 1855 ഡിസംബർ ബോംബെയിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 72 പ്രതിനിധികൾ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്രയാണ്? 72 പേരാണ്. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ 1885 മുതൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃപരമായ പങ്കുവഹിച്ചത് ഏത് സംഘടനയാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ. എവിടെ? ബോംബെ. എത്ര പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്? 72 പേരാണ് പങ്കെടുത്തത്.
ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് അദ്ദേഹം പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു. അപ്പോൾ ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ആരാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഏത് ബുക്കിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏതാണ്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ദാദാഭായ് നവറോജി. 3 ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 1, ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ദാദാഭായ് നവറോജി. അദ്ദേഹത്തിൻ്റെ ഏത് ബുക്കിലാണ് പറഞ്ഞിരിക്കുന്നത് ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച്? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇനി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾക്ക് ശേഖരിച്ച് പഠനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ദാദാഭായ് നവറോജി എന്നാണ്. ഈ ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, വളരെ ഉയർന്ന ശമ്പളവും പെൻഷനുമാണ് അവർക്ക് നൽകിയിരുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം. അപ്പം ഇന്ത്യയിലേക്ക് ഇവിടെ നിന്ന് അസംസ്കൃത വസ്തുക്കൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അവിടെ നിന്നും ഇവരെന്ത് ചെയ്യുന്നു? ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഇവിടെ കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി നമ്മൾ പറഞ്ഞു അല്ലേ, വളരെ കൂടുതലായിട്ടുള്ള ഭൂനികുതിയും മറ്റ് നികുതികളുമൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാർ ആ കാലത്ത് ഇന്ത്യക്കാർക്ക് മേൽ ചുമത്തിയിരുന്നത്. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദാരിദ്ര്യമാക്കുന്നുവെന്ന് സംബന്ധിച്ച് സാധാരണക്കാരന് അവബോധമുണ്ടാകുന്നതിൽ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ആദ്യകാല നേതാക്കന്മാരുടെ പങ്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഇങ്ങനെ എല്ലാം കൊണ്ടുപോകുവാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ ദാരിദ്ര്യം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് സാധാരണ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് ദാദാഭായ് നവറോജിയും രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ എന്നീ നേതാക്കന്മാർ വളരെയധികം പരിശ്രമിച്ചു. അപ്പോൾ ഇവരിലൂടെ ജനങ്ങൾ എന്ത് മനസ്സിലാക്കി? തങ്ങൾ അനുഭവിക്കുന്ന ഈ ദാരിദ്ര്യത്തിന് കാരണം എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ അവരിവിടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളും ഒക്കെയാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നു. സ്വദേശി പ്രസ്ഥാനം, പുതിയ തരം ചെറുത്തുനിൽപ്പുകൾ. സാമ്പത്തിക ചോർച്ച തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ദേശീയ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിൻ്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു. സമരത്തിൻ്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു. ഈ സമരരീതി സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ സാമ്പത്തിക ചോർച്ച തടയാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യൻ ജനത തീരുമാനിക്കുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്താനും ദേശീയ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തു. 1905 ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം നടത്തുന്നു. അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ദുർബലപ്പെടുത്താൻ ബംഗാൾ വിഭജനം നടത്തി. അപ്പോൾ ഈ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നപ്പം ഈ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തടയാനൊക്കെ ആയിട്ട് ഈ കഴ്സൺ പ്രഭുവും
ബ്രിട്ടീഷുകാരും കൂടി എന്ത് ചെയ്തു? 1905 ബംഗാളിനെ അങ്ങ് വിഭജിച്ചു. അപ്പോൾ ഈ ബംഗാളിനെ വിഭജിച്ച് ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരമായിരുന്നു സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ലക്ഷ്യമിട്ട പ്രസ്ഥാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ വിദേശ വസ്തുക്കൾ എല്ലാം കൂട്ടിയിട്ട് പരസ്യമായിട്ട് കത്തിച്ചു. അപ്പോൾ ഈ സമരരീതി എന്താണ്? ഇതാണ് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു. അതിനാൽ ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ. തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനായി 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു. ബംഗാളിനെ വിഭജിച്ച സമയത്തെ വൈസ്രോയി കഴ്സൺ പ്രഭു. വർഷം 1905. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. നിരവധി തുണി മില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടത് സ്വദേശി സമരകാലത്താണ്. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവുണ്ടായി. അപ്പോൾ ഏതൊക്കെയാണ് സ്വദേശി സമരകാലത്ത് ആരംഭിച്ച കമ്പനികൾ? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്രയിൽ, ബംഗാളി കെമിക്കൽ സ്റ്റോർ ബംഗാൾ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്. അപ്പോൾ കപ്പലോട്ടിയ തമിഴൻ ആരാണ്? തമിഴ്നാട്ടിലെ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത V.O. ചിദംബരം പിള്ള തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. അതിനാൽ അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നു. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും 6 ലക്ഷം രൂപ പിരിച്ചെടുത്താണ് മുതൽ മുടക്കിയാണ് അദ്ദേഹം സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്ടിൽ ആരംഭിക്കുന്നത്. ഇതിൽ നിന്നും നമ്മളോടൊരു 5 ക്വസ്റ്റ്യൻ ചോദിക്കും. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എവിടെയാണ് ആരംഭിച്ചത്? തൂത്തുക്കുടി. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? V.O. ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാണ്? V.O. ചിദംബരം പിള്ള. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കി കമ്പനി ആരംഭിച്ചത് ആരാണ്? V.O. ചിദംബരം പിള്ള. എവിടെയാണ്? തമിഴ്നാട്ടിൽ. ഏത് കമ്പനിയാണ്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. ഓക്കെ. സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമായിരുന്നു ഈ സമരത്തിൻ്റെ പ്രധാന സവിശേഷത. വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ലെന്നും അലക്കുകാരും വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതരും പ്രതിജ്ഞയെടുത്തു. വിദേശത്തു നിന്നുള്ള വളകളും പാത്രങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് സ്ത്രീകളും സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും സമരത്തിൻ്റെ ഭാഗമായി. സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായി, ബിപിൻ ചന്ദ്രപാൽ, ലാൽ പാൽ ബാൽ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് അല്ലേ, എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുന്നതിൽ ബാലഗംഗാധര തിലകൻ നിർണായക പങ്ക് വഹിച്ചു. അപ്പോൾ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകനാണ് പറഞ്ഞത്. ഇതിനാൽ അദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും
ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചു. അപ്പോൾ ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വാലന്റൈൻ ഷിറോള്. ബാലഗംഗാധര തിലകൻ എന്താണ് പറഞ്ഞത്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. വാലന്റൈൻ ഷിറോൾ എന്താ പറഞ്ഞത്? ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നാണ് വിളിച്ചത്. ഇവിടെ പിക്ചറിൽ തന്നിരിക്കുന്നതാണ് ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായി, ബാലഗംഗാധര തിലക്. ഇവരെങ്ങനെയാണ് അറിയപ്പെടുന്നത്? ലാൽ, ബാൽ, പാൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. INC രൂപീകരിച്ച വർഷം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1885 ഡിസംബർ. എത്ര പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്? 72 പേര്. എവിടെ വെച്ചായിരുന്നു? ബോംബെയിൽ വെച്ചിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് സ്ഥലം ഏതാണ്? ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ദുർബലപ്പെടുത്താൻ ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആയിരുന്നു കഴ്സൺ പ്രഭു. പിന്നെ കപ്പലോടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാണ്? VO ചിദംബരം പിള്ള. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മൾ പറഞ്ഞ ബോക്സാണ്. ഈ ബോക്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണേ. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിഭായി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹേബ്, താന്തിയ തോപ്പെ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഇപ്പം നമുക്ക് ഈ ലെസണിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. ഈ കഴിഞ്ഞ 3 നമ്മൾ പഠിച്ച 6ാം പാഠം, 5ാം പാഠം, 4ാം പാഠം, ഈ 3 പാഠത്തിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഒന്നും നമുക്ക് വിട്ട് കളയാനില്ല, എല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. 10th പ്രിലിംസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചാപ്റ്ററുകളാണ് 10ാം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യവും, സംസ്കാരവും ദേശീയതയും, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് പ്രയോജനമായിട്ടുണ്ടെന്ന് തോന്നിയാലോ നിങ്ങൾ ക്ലാസ് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു പാഠവുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.